രാജ്യത്തെ വോട്ടർ പട്ടികകൾ കുറ്റമാക്കുന്നതിന്റെ ഭാഗമായി ഗുജറാത്തിലും തമിഴ്നാട്ടിലും നടത്തിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രക്രിയ പൂർത്തിയാക്കിയപ്പോൾ ഇരു സംസ്ഥാനങ്ങളിൽ നിന്നുമായി 1.5 കോടിയിലധികം വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശനമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടന്ന പരിശോധനയിൽ തമിഴ്നാട്ടിൽ നിന്ന് 97.73 ലക്ഷം പേരെയും ഗുജറാത്തിൽ നിന്ന് 73.73 ലക്ഷം പേരെയുമാണ് ഒഴിവാക്കിയത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനായുള്ള ചരിത്രപരമായ നീക്കമാണിത് വിലയിരുത്തപ്പെടുന്നു. തമിഴ്നാട്ടിലെ പുതിയ കരട് പട്ടിക അനുസരിച്ച് ആകെ വോട്ടർമാരുടെ എണ്ണം 5.43 കോടിയായി കുറഞ്ഞു. ഈ പരിഷ്കരണ നടപടികൾക്ക് മുമ്പ് സംസ്ഥാനത്ത് 6.14 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 70 ലക്ഷത്തോളം പേരുടെ കുറവാണ് തമിഴ്നാട്ടിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അർച്ചന പട്നായിക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒഴിവാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മരിച്ചവരും താമസം മാറിയവരുമാണ്. 26.94 ലക്ഷം പേർ മരണപ്പെട്ടവരാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരട്ട വോട്ടുകൾ തടയുന്നതിനായി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ 3.4 ലക്ഷം പേർക്ക് ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടുള്ളതായി കണ്ടെത്തി. കൂടാതെ വിലാസത്തിൽ കണ്ടെത്താനാകാത്ത 66.44 ലക്ഷം പേരെയും പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ഇത് വോട്ടർ പട്ടികയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുമെന്ന് അധികൃതർ കരുതുന്നു. സമാനമായ രീതിയിൽ ഗുജറാത്തിലും വൻ തോതിലുള്ള വെട്ടിത്തിരുത്തലുകൾ നടന്നു. പുതിയ കരട് പട്ടിക പ്രകാരം ഗുജറാത്തിൽ 4.34 കോടി വോട്ടർമാരാണുള്ളത്. ഒക്ടോബറിൽ ഈ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഗുജറാത്തിൽ 5 കോടിയിലധികം വോട്ടർമാർ ഉണ്ടായിരുന്നു. ഗുജറാത്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഹരീഷ് ശുക്ല പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ആകെ 73,73,327 വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിൽ 18.07 ലക്ഷം പേർ മരിച്ചവരാണെന്ന് കണ്ടെത്തി. ഒഴിവാക്കപ്പെട്ടവരിൽ 40.25 ലക്ഷം പേർ സ്ഥിരമായി താമസം മാറിയവരാണ്. ഗുജറാത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിലേക്കോ മാറിയ ഇവർ പഴയ പട്ടികയിൽ തന്നെ തുടർന്നിരുന്നു. ഇത് നീക്കം ചെയ്തത് കൃത്യമായ വോട്ടിംഗ് ശതമാനം കണക്കാക്കാൻ സഹായിക്കും. കൂടാതെ ഗുജറാത്തിൽ 9.69 ലക്ഷം വോട്ടർമാരെ വിലാസത്തിൽ കണ്ടെത്താനായില്ല. 3.81 ലക്ഷം ഇരട്ട വോട്ടുകളും 1.89 ലക്ഷം വോട്ടർമാരെ മറ്റ് സാങ്കേതിക കാരണങ്ങളാലും ഒഴിവാക്കിയതായി ഹരീഷ് ശുക്ല വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് അട്ടിമറികൾ തടയുന്നതിനും ബൂത്ത് തലത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് ഈ തീവ്ര ശുദ്ധീകരണ പ്രക്രിയ നടന്നത്. വ്യാജ വോട്ടുകൾ തടയുന്നതിന് ഇത് വലിയ രീതിയിൽ സഹായകമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഈ ശുദ്ധീകരണ പ്രക്രിയക്കെതിരെ വോട്ടർമാർക്കിടയിൽ ആശങ്കയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ടവർക്ക് തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കാൻ അവസരമുണ്ട്. ഗുജറാത്തിൽ പേര് ഒഴിവാക്കപ്പെട്ടവർക്ക് അടുത്ത വർഷം ജനുവരി 18 വരെ അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാം. ഈ കാലയളവിൽ രേഖകൾ ഹാജരാക്കി വോട്ടർ പട്ടികയിൽ പേര് വീണ്ടും ഉൾപ്പെടുത്താൻ അവസരമുണ്ട്. ഫെബ്രുവരി 10 വരെയാണ് ഈ പരാതികൾ പരിശോധിക്കാനുള്ള സമയം കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഓരോ പരാതിയും വ്യക്തിപരമായി പരിശോധിക്കുമെന്നും അർഹരായ ആരും പുറത്താകില്ലെന്ന് ഉറപ്പുവരുത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ആശങ്കയുള്ള വോട്ടർമാരെ നേരിട്ട് കേൾക്കാനും അവരുടെ വശങ്ങൾ വിശദീകരിക്കാനും പ്രത്യേക സിറ്റിംഗുകൾ സംഘടിപ്പിക്കും. ഇതിനുശേഷമായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുക. ഫെബ്രുവരി 17ഓടെ ഗുജറാത്തിലെ അന്തിമ SIR പട്ടിക പ്രസിദ്ധീകരിക്കും. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ ആധികാരിക രേഖയായി കണക്കാക്കപ്പെടും. തമിഴ്നാട്ടിലും സമാനമായ രീതിയിലുള്ള ഹയറിംഗ് നടപടികൾ പൂർത്തിയാക്കി അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാൻ ഓൺലൈൻ പോർട്ടലുകളും ബൂത്ത് ലെവൽ ഓഫീസർമാരെയും സമീപിക്കാവുന്നതാണ്. നിലവിൽ പ്രസിദ്ധീകരിച്ച കരട് പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടാതെ അതത് പ്രദേശങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിലും പരിശോധനയ്ക്കായി പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വോട്ടർമാർക്ക് തങ്ങളുടെ പേര് പട്ടികയിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സാധിക്കും. ഇത്രയും വലിയൊരു വിഭാഗം പുറത്തായ സാഹചര്യത്തിൽ എല്ലാവരും പരിശോധന നടത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. തങ്ങളുടെ വോട്ടർമാർ പട്ടികയിൽ നിന്ന് അന്യായമായി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ബൂത്ത് തലത്തിൽ പ്രവർത്തകരെ പാർട്ടികൾ നിയോഗിച്ചിട്ടുണ്ട്. ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാൻ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നത് അനിവാര്യമാണെന്നും ഇപ്പോൾ നടന്നത് അതിന്റെ ഭാഗമായുള്ള സ്വാഭാവിക നടപടിയാണെന്നും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.